നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിക്രൂരമായ ഒരു കൊലപാതക വാർത്തയാണ് തിരുവനന്തപുരം വെള്ളറടയിൽ നിന്നും പുറത്തു വരുന്നത്. അമ്മയെ മകൻ കെട്ടിയിട്ട് കത്തിച്ചു കൊലപ്പെടുത്തി. വെള്ളറട ആനപ്പാറയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. 62 വയസ്സുള്ള നളിനിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മകൻ മോസസ് ബിബിനെ വെള്ളറട പോലീസ് കസ്റ്റഡിയിലെടുത്തു. നളിനിയും മോസസ് മാത്രമായിരുന്നു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഭർത്താവ് പൊന്നുമണി 10 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചിരുന്നു. ഇളയ മകനായ ജെയിൻ ജോക്കബ് അമ്മയ്ക്ക് ആഹാരവുമായി വീട്ടിലെത്തി. അപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടത്. കാലിൽ തുണി ഉപയോഗിച്ച് കെട്ടിയ നിലയിലായിരുന്നു. രാവിലെ സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാരെ മോസസ് കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ബലപ്രയോഗത്തിലൂടെയാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതി മദ്യലഹരിയിലായിരിക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും അതിക്രൂരമായ ഒരു കൊലപാതക വാർത്തയാണ് വെള്ളറടയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം മറ്റൊരു സംഭവം, നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വാർത്തകൾ നോക്കാം. അതായത് ഒരു അധ്യാപികയെ കൊന്ന സംഭവം, അത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ വാർത്തയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ കൂടി നോക്കാം. 28-കാരിയായ അധ്യാപികയുടെ കൊലപാതകത്തിന് കാരണം പ്രണയപ്പകയെന്ന് പോലീസ്. കർണാടകയിലെ മണ്ഡ്യ മേലുക്കോട്ടയിൽ കാണാതായ സ്വകാര്യ സ്കൂൾ ടീച്ചറുടെ മൃതദേഹം ക്ഷേത്ര മൈതാനത്തിന് സമീപത്ത് കുഴിച്ചുമൂടിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പാണ്ഡവപുരം മാണിക്യഹള്ളിയിൽ ദീപിക വി ഗൌഡയായിരുന്നു ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദീപികയുടെ അയൽവാസിയായ നിതീഷ് എന്ന യുവാവിനെയായിരുന്നു വിജയനഗരയിലെ ഹൗസ് ബോട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിതീഷും ദീപികയും കഴിഞ്ഞ 2 വർഷത്തോളമായി അടുപ്പത്തിലായിരുന്നു. പോലീസ് പറഞ്ഞത് ഇപ്രകാരമാണ്. പക്ഷേ കുടുംബാംഗങ്ങൾ ഇവരുടെ ബന്ധത്തെ എതിർത്തു. ഇവർക്ക് താക്കീത് നൽകി. ഇതോടെ ദീപിക ബന്ധത്തിൽ നിന്നും പിന്മാറി. പക്ഷെ ദീപികയെ കൊലപ്പെടുത്താൻ ആസൂത്രണം ചെയ്യുകയായിരുന്നു. ജന്മദിനം ആഘോഷിക്കാനെന്ന പേരിൽ ദീപികയെ മേലുക്കോട്ടെ ഹിൽസിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. മൃതദേഹം പിന്നീട് ക്ഷേത്രവളപ്പിൽ കുഴിച്ചിട്ടു. 2 ദിവസമായി ദീപികയെ കാണാനില്ലെന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകി. ശനിയാഴ്ച രാവിലെ സ്കൂട്ടറിൽ സ്കൂളിലേക്ക് പോയ ദീപിക പിന്നീട് വീട്ടിലേക്ക് മടങ്ങിയെത്തിയില്ല എന്നാണ് ഭർത്താവ് ലോകേഷ് പോലീസിന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. നാട്ടുകാരും പോലീസും ദീപികയ്ക്കായി അന്വേഷണം നടത്തി. അതിനിടയിലാണ് മേലുക്കോട്ടെ യോഗ നരസിംഗ ക്ഷേത്രവളപ്പിൽ നിന്ന് ഇവരുടെ സ്കൂട്ടർ കണ്ടെത്തിയത്. ഇതോടെ ക്ഷേത്ര പരിസരത്ത് ബന്ധുക്കളും നാട്ടുകാരും പരിശോധന നടത്തി. മൈതാനത്തെ മണ്ണ് ഇളകി കിടക്കുന്നത് കണ്ട് സംശയം തോന്നി. തുടർന്ന് ഇവിടെ കുഴിച്ചു നോക്കിയപ്പോഴാണ് ദീപികയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ വിവരം പോലീസിനെ അറിയിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്നു അധ്യാപികയായ ദീപിക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.